കുഞ്ഞ് വേർപിരിഞ്ഞതിന്റെ തീരാ നോവിനിടയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ മാതാപിതാക്കളുടെ തീരുമാനം മഹത്തരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലിനെ നാട് ഔദ്യോഗിക ബഹുമതികളോടെ യാത്രയാക്കുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. അലക്സ് മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, വിവരങ്ങൾ. ഉന്മേഷ, നാളെ പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ് ആലിന്റെ സംസ്കാര നടപടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങ് സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടത്താനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം അത് ഫേസ്ബുക്കിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത്. അദ്ദേഹം അതിനെ സംബന്ധിച്ചിട്ട ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: ഈ 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുരുന്നിന്റെ വിയോഗം വേദന ഉളവാക്കുന്നതാണ്. എത്രയും പ്രിയപ്പെട്ട കുഞ്ഞ് വേർപിരിഞ്ഞതിന്റെ തീരാ നോവിനിടയിലും അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായി മുന്നോട്ട് വന്ന ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനം മഹത്തരമെന്ന് അദ്ദേഹം പറയുന്നു. 5 പേർക്കാണ് ഇതുവഴി പുതുജീവൻ ലഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഹെലികോപ്റ്റർ മുഖേന അവയവങ്ങൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് ആദ്യം ആലോചിച്ചതെങ്കിലും രാത്രിയിൽ സിവിൽ ഏവിയേഷൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്തതിനാലാണ് റോഡ് മാർഗം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അത് ഏറ്റവും വേഗത്തിൽ എത്തിക്കാനും ആവശ്യമായ തയ്യാറെടുപ്പുകൾ എടുത്ത് യാത്ര സുഗമമാക്കിയ പോലീസിനെയും അതിനോട് സഹകരിച്ച ജനങ്ങളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിക്കുന്നു. അതുമാത്രമല്ല, ഇന്നലെ തന്നെ കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ടതുള്ളതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കാനുള്ള സജ്ജീകരണങ്ങളും പ്രത്യേകമായി തന്നെ നടത്തി. ആലിൽ നിന്നും അവയവങ്ങൾ സ്വീകരിച്ച 2 കുഞ്ഞുങ്ങൾ അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്ന വിവരം ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിച്ചുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട ഈ നടപടികൾക്ക് ചുക്കാൻ പിടിച്ചവർ, അതിന്റെ വിജയത്തിന് യത്നിച്ച ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, ആംബുലൻസ് ഡ്രൈവർ എന്നിവരെ ഹാർദമായി അഭിനന്ദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് സർക്കാർ സ്വകാര്യ മേഖലകൾ തമ്മിലുണ്ടായ സഹകരണമാണെന്ന് അദ്ദേഹം പറയുന്നു. അവയവദാന രംഗത്ത് കേരള സമൂഹത്തിന് മുന്നിലായി വലിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ആലിൻ ഷെറിന്റെ മാതാപിതാക്കളെന്ന് അദ്ദേഹം അരുണിനെയും ഷെറിനെയും അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. ഈ തീരാവേദനയിൽ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. അതിന്റെ ഏറ്റവും അവസാന ഭാഗമായി അദ്ദേഹം പറയുന്നു ആലിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ യാത്രയയപ്പ് നൽകും എന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.